നിന്നെ കണ്ട ഒരു കല്യാണ പെണ്ണാണെന്നേ ആരും പറയൂ. ഇത് പറയിപ്പിക്കാനാണോ രഘുവേട്ടൻ അമ്പിളി ചേച്ചി ഇങ്ങോട്ട് വരുത്തിച്ചത്? എനിക്ക് കല്യാണ പെണ്ണൊന്നും ആവണ്ട, എന്റെ മോന്റെ അമ്മയായാ മതി. എടി, മോന്റെ അച്ഛൻ തന്നെയാണല്ലോ കല്യാണ ചെറുക്കൻ. അതുകൊണ്ട് നീ കല്യാണ പെണ്ണായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെ, ഞങ്ങളെല്ലാം റെഡിയാണേ. അമ്മാവൻ അമ്പലത്തിൽ നിന്ന് വന്ന ഉടനെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. പിന്നെ ഇങ്ങനെ ഒരു കല്യാണം ഒരിക്കലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശത്രു നമുക്കുള്ളതാ, അത് ഓർമ്മ വേണം. അതാ സുശീലാന്റി അല്ലേ, അവരിത് അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. ഇന്ദ്രന്റെ മനസ്സിൽ കാണുന്നത് അവന്റെ അമ്മ മുന്നിലുള്ള കണ്ണാടിയിൽ വരെ കാണും. എന്തിനും ഏതിനും കൊട്ടേഷൻ കൊടുത്ത് നല്ല ശീലമുള്ള സ്ത്രീയാ. അനുപമയെ വഴി തടയാൻ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ല, നമ്മളെ തടയാൻ വന്നവന് വിവരം അറിയും. അതല്ല, നമ്മള് കുറച്ച് നേരത്തെ ഇറങ്ങിയില്ലെങ്കിൽ സമയത്തിനെത്താൻ പറ്റില്ലെന്ന ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങള് റെഡിയാ രഘുവേട്ടാ, അച്ഛൻ വന്ന ഉടനെ ഇറങ്ങാം. എന്താ അല്ലേടി? അതെ അല്ലേ ചേച്ചി, ഇപ്പോഴേ ഇറങ്ങിയേക്കാം. എനിക്ക് അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കണം. എടി, അത് അച്ഛനും കൂടെ വന്നിട്ട് പോരെ? അപ്പോഴേക്കും വൈകിയാലോ ചേച്ചി? എനിക്ക് രഘുവേട്ടൻ പറയുന്ന കേട്ട് വല്ലാത്തൊരാശങ്ക തോന്നുക. പക്ഷേ ഇന്ദ്രേട്ടന്റെ അമ്മ ഇക്കാര്യം അറിയുവാണെങ്കിൽ അവർ ഇന്ദ്രേട്ടനെ വീട്ടിൽ തടഞ്ഞിടാൻ സാധ്യതയുണ്ട്. കുഴപ്പമൊന്നുമില്ല, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഇന്ദ്രേട്ടന്റെ വീട്ടിലെത്തിയാലും മതി. താലികെട്ട് നമുക്ക് അവിടെ വെച്ച് നടത്താമല്ലോ. ഏയ്, അതിന്റെ ആവശ്യമൊക്കെ വരും. ഇന്ദ്രൻ അവന്റെ അമ്മയുടെ സ്വഭാവം നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നതല്ലേ, അവൻ സൂക്ഷിച്ചോളും. അതെ, എന്തായാലും നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ പുറത്തേക്ക് പോവാം. നീ ടെൻഷൻ അടിക്കാതെ എല്ലാം നടക്കും. വാ. എന്തോ അടി അനുപമേ, എന്തിനാ നീ കരയുന്നേ? എന്റെ മോളെ, എന്തിനാ ഇത്ര സങ്കടം? നിന്റെ ജാതകത്തില് 2 താലികെട്ടിനുള്ള യോഗം ഉണ്ടെങ്കിൽ പിന്നെ അത് നടന്നല്ലേ പറ്റുള്ളൂ. ഒരു കണക്കിന് നീ ഭാഗ്യവതി മോളെ. 2 തവണ താലി കെട്ടിയാലും ഒരാൾ തന്നെയല്ലേ. ഇതാണ് നിന്റെ ഉറച്ച ജീവിതം. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. വേണ്ട മോളെ, താലി കെട്ടിന് തൊട്ടു മുമ്പ് അച്ഛൻ്റെ കാല് തൊട്ട് വന്നിച്ചാൽ മതി. സർവമംഗളാനുഭവം. ശരി, എന്നാ നമുക്കിറങ്ങാം. അണ്ണനെ പൊളിച്ചിരുന്നു. അണ്ണൻ അവിടെ നിന്ന് കയറാന്ന് പറഞ്ഞ. അതെ, മോള് കുടുംബക്ഷേത്രത്തിൽ കയറി ഒന്ന് തൊഴുതോട്ടെന്ന് കരുതിയായിരിക്കും അണ്ണൻ അവിടെ നിൽക്കാന്ന് പറഞ്ഞു. ശരിയാ അമ്പിളി, എന്നാ നമുക്ക് ഇറങ്ങാം. വാ നമ്മളെ